ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ നമ്മുടെ കമ്പോസ്റ്റ് എന്തായെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിനു മുമ്പ് എണീറ്റ് താഴെ പോകുന്നതിന് മുമ്പ് ഇവരെയൊക്കെ ഒന്ന് കണ്ടില്ലെങ്കിൽ ഒരു മനസമാധാനവും ഇല്ല. ഞാൻ ഇന്നലെ വെട്ടാതെ വിട്ട ഒരു മുട്ടാണ്, അത് വിരിഞ്ഞ് നിൽപ്പുണ്ട്. എന്തോ എനിക്ക് വെട്ടാൻ തോന്നിയില്ല, പക്ഷെ അതിന്ന് വിരിഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി കൊടുത്തിട്ട് താഴെ പോകുള്ളൂ. താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചിലപ്പം വൈകുന്നേരം അങ്ങനെയല്ല കയറി വരുള്ളൂ. അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഇവിടെ ഒന്ന് നോക്കിയിട്ടൊക്കെയാണ് പോകുന്നത്. നമ്മളെപ്പോഴും നല്ല കാര്യത്തിൽ നിന്ന് തുടങ്ങുന്നത് നല്ലതാണ്. നെഗറ്റീവ് കാര്യത്തിൽ നോക്കിയിട്ട് പോണേക്കാളും നല്ല കാര്യങ്ങൾ നോക്കിയിട്ട് പോകുന്നതാണ് നല്ലത്. അതേപോലെ തന്നെ താഴെയുള്ള ചെടികളെയും അവരെയും ജസ്റ്റ് ഒന്ന് ഞാൻ ശ്രദ്ധിക്കും. ഈ ചെടികളൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ഞാൻ വാങ്ങിച്ച സമയത്ത് വെറും 3 ഇല ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഇത് ഞാൻ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം വളർന്നതാണ്. അത് വീണ്ടും വീണ്ടും വളർന്നുകൊണ്ടിരിക്കും. ഒരു ഇല വിരിഞ്ഞതിന് ശേഷം നടുക്കുന്ന് വീണ്ടും വന്നുകൊണ്ടിരിക്കും. ഇത് രണ്ടും അങ്ങനെയാണ്. അപ്പം ഈ പെട്ടെന്നൊന്നും നശിക്കണതൊന്നുമല്ല. കൊള്ളാം കേട്ടോ, വീട്ടിൽ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. ഇതിനെ വാങ്ങിയപ്പോൾ എന്തോ 150 രൂപയായിരുന്നു ഇതിന് റേറ്റ്. പക്ഷേ കൂടുതലായിരുന്നു അന്ന് തോന്നിപ്പോയെങ്കിലും പക്ഷെ ഇപ്പം നോക്കിയപ്പം അത് വളരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അത് കുഴപ്പമില്ല. പിന്നെ അന്ന് ഞാൻ ചകിരിച്ചോറ് കുതിർത്തിട്ട് ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഉണക്കി ശകലം വെള്ളത്തിൻ്റെ ഇത് മാറ്റിയിട്ട് സൂക്ഷിച്ച് വയ്ക്കാമെന്ന് കരുതിയിട്ട് അവിടെ തന്നെ വെച്ചിരുന്നു. കുറേ ദിവസമായി, പക്ഷേ അത് ഉണങ്ങണില്ല. ഏറ്റവും മുകളിൽ കൊണ്ടുപോകണം, വെയിറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പം മീതെ ഇരിക്കുന്നതൊന്ന് വാരി വെച്ചപ്പോഴത്തേക്കും അടിയിൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഉണങ്ങാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇത് പ്ലാസ്റ്റിക് സഞ്ചിയൊന്നുമല്ല, സാധാ ഒരു സഞ്ചിയാണ്. പ്ലാസ്റ്റിക് വെച്ച പൂപ്പലോലും അടിക്കണമെങ്കിലാന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ വെക്കാൻ പോകുന്നു. ഞാൻ വെളിയിരിക്കുന്ന ചെടികളൊന്ന് നമുക്ക് കാണിച്ചു തരാം. ഇതായിരിക്കുന്ന ഈ വയലറ്റ് കളർ ചെടി കണ്ട, ഇത് ഒരു ചെറിയൊരു കഷ്ണം ഒരേ ഒരു കമ്പ് ഞാൻ കുത്തി വെച്ചതാണ്. ഇതിങ്ങനെ പൊക്കത്തിൽ ഇങ്ങനെ നീണ്ടു പോകും. വളരണത് ഇങ്ങനെ നല്ല ഹൈറ്റിൽ വളരും. അപ്പം ഇത് വന്ന് തറയിൽ വന്ന് വീഴും. അതുകൊണ്ട് ഞാൻ ഒടിച്ചൊടിച്ച് ഇടയിൽ വെച്ച് ശരിയാക്കിയതാണ്. ഇത് ഈ ഒരു തെങ്ങ് പോലത്തെ ഈ ഒരു പ്ലാന്റും ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച സമയത്ത് ഇലകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇത് 3 ഇലയും ഇത് കൊണ്ടുവച്ചതിന് ശേഷം വന്നതാണ്. ഇത് മുസമ്പി ആണെന്ന് വിചാരിച്ച് വെച്ചിരിക്കുന്നതാണ്. മുസമ്പിയാണ്. അതിൻ്റെ വിത്തിട്ട് ഞാൻ പൊടിപ്പിച്ചെടുത്തതാണ്. കടയിൽ നിന്ന് വാങ്ങിയതല്ല, വിത്തിട്ടതാണ്. പിന്നെ നമ്മളത് മൈലാഞ്ചിൻ്റെ ഇടയിൽ നിൽപ്പുണ്ട്. കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. റിപ്പോർട്ട് ചെയ്തതാണ്, കുഴപ്പമില്ല. പിന്നെ അത് ഈ രമ്പയിലൊന്നും നിങ്ങൾ നോക്കണം. ഇതിൻ്റെ തൈയെല്ലാം ഇടയിലാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട്, കൂട്ടത്തോടെ വളരണ കാണുമ്പം നല്ല ഭംഗിയുണ്ട്. പിന്നെ എൻ്റെ കറിവേപ്പില നല്ല രീതിയിൽ നിന്നൊരു കറിവേപ്പിലായിരുന്നു. ഇപ്പം അതിൻ്റെ ഇടയിൽ എന്തോ ഒരു മഞ്ഞ കളറിൽ ഒരു സാധനം, ഒരു പെയിൻ പോലത്തെ എന്തോ ഒരു സാധനം, അതുകൊണ്ടത് കുരുടിച്ച് വരണം. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എനിക്ക് കണ്ടുപിടിക്കണം. അപ്പം നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളതെനിക്ക് കമൻറ്റ് ചെയ്യുക. ഞാൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ രമ്പയില. ഇതിൻ്റെ കുട്ടി കണ്ടോ, താഴെ നിന്നാണ് വളരണത്. അത് രണ്ടും ഒരു പ്ലാന്റിലുള്ള 2 തൈകളാണ്. പക്ഷെ രണ്ട് രീതിയിലാണ് വളരണത്. പക്ഷെ കൊള്ളാം. പിന്നെ അതാ മുല്ല അല്ലല്ലോ, പിച്ചി എനിക്ക് നല്ല വലിയ പിച്ചിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പോയി. ഇത് വാങ്ങിച്ചു വെച്ചതാണ്. ഒരെണ്ണം കരിഞ്ഞു പോയി, ഒരെണ്ണം വളരുന്നുണ്ട്. ഇത് മുല്ല. ഇതാണ് ഞാൻ പറഞ്ഞ മുല്ല. മേലിൽ നിന്നെടുത്ത് താഴെ വെച്ചത്. എല്ലാം ബുഷിയായിട്ട് നല്ല രീതിയിൽ നിർത്തിയിട്ടുണ്ട്. 10 മണിയായപ്പം കണ്ട കാഴ്ചയാണ് ഈ 10 മണിപ്പൂ. നല്ല ഭംഗിയുണ്ട്. വെള്ള കളറിൽ ഈ പൂ വിരിഞ്ഞ് നിന്നത് കണ്ടപ്പോൾ അതുകൊണ്ട് അതും കൂടെ ഞാൻ എടുത്തു. പക്ഷെ നേരത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഉണ്ടാവില്ല. അതിനുശേഷം 10 മണിയായപ്പോൾ കറക്റ്റ് അവിടെ വിരിഞ്ഞ് നിൽപ്പുണ്ട്. ഇത് ഞാൻ എവിടെ നിന്നും ഒരു ചെറിയൊരു കമ്പ് വെച്ചതാണ്. നല്ല ഹൈറ്റിൽ വളരും. ഒടിച്ചൊടിച്ച് വേറെയും വെക്കാം. അപ്പോൾ ഇനി നമുക്ക് കമ്പോസ്റ്റിലൊന്ന് പോവാം. കമ്പോസ്റ്റ് ഒരു കാര്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഇത് എടുത്ത് പറയണത്. നമ്മൾ ഫസ്റ്റ് ചെയ്ത കമ്പോസ്റ്റിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനെ സൈഡിലോട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇളക്കി കാണിച്ചിട്ട് അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഷീറ്റിട്ടൊക്കെ മൂടി സെറ്റാണ്. പക്ഷെ ചെറിയ കറുത്ത ഉറുമ്പുണ്ട്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. കണ്ടില്ലേ, എല്ലാം നല്ല കമ്പോസ്റ്റായി വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത് നല്ല വേറെ കളർ മാറി നല്ല കറുത്ത നിറത്തിലാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു മാസം നോമ്പിന് ഫസ്റ്റ് വെച്ചതാണ്. അപ്പം ആ ഒരു നോമ്പ് തീരും വരെ ഇതിങ്ങനെ ആയിരിക്കും. വേറെ പുഴുക്കളും കാര്യമൊന്നും ഫ്രണ്ടിലില്ല. ഇടയ്ക്കിടയ്ക്ക്
ഇളക്കി കൊടുക്കും. ഈ പപ്പട കമ്പി ആയതുകൊണ്ടാണ് അകത്തോട്ട് ഇളക്കാൻ പറ്റാത്തത്. ഇതൊന്ന് മാറ്റി പിടിക്കണം. അത് കുറച്ച് പാട് ഈ പപ്പട കമ്പി വെച്ച് ഇളക്കണത്. ഇതുപോലെ ഇപ്പോഴല്ല ഞാൻ ഇളക്കണത്. ഇടയ്ക്ക് ഒരു 2 ദിവസത്തിലോ അല്ലെങ്കിൽ 3 ദിവസത്തിലോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഇത് ഇളക്കി വിട്ട് കൊടുക്കണം. നിങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. താന്ന് വരുന്നുണ്ട്. ഞാൻ ആ ലൈനിൻ്റെ അവിടം വരെ ഇട്ട് കൊടുത്തതാണ്. ഇപ്പോൾ താന്ന് വരുന്നുണ്ട്. അടുത്ത് നമ്മൾ സെക്കൻഡ് കമ്പോസ്റ്റ് കാണിച്ചു തരാം. അത് നിറഞ്ഞു, പെട്ടെന്ന് നിറഞ്ഞ് എനിക്ക് വേറെ ഇനി ഇടാൻ ബക്കറ്റൊന്നുമില്ല, ആകെ 2 ഉള്ളൂ. അത് ഞാൻ കാണിച്ചു തരാം നിറഞ്ഞത്. ആദ്യം ഇടയ്ക്ക് ഇതിൽ കൂടുതലും ഫ്രൂട്ട്സാണ്, കാരണം നോമ്പായതുകൊണ്ട് കൂടുതലും ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റാണുള്ളത്. അപ്പം ആദ്യമൊക്കെ സൈഡിലൊക്കെ പുഴു ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ചാരം ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അത് വീണ്ടും താഴോട്ട് പോകും. പിന്നെ മേലെ വന്നിട്ട് കരിയിലയും പേപ്പറും അങ്ങനത്തെ സാധനങ്ങളും ഇട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ഈ പപ്പട കമ്പി ചുരുത്താൻ ഭയങ്കര പാടാണ്. ഇതിപ്പം ഇന്നലെ മെനിങ്ങാന്ന് നിറഞ്ഞിട്ടേ ഉള്ളൂ, അതുകൊണ്ട് ഇതങ്ങനെ കിടക്കണത്. പിന്നെ ഇതിൽ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അതുപോലെ മറ്റേ കമ്പോസ്റ്റിൽ ഞാൻ കൂടുതലും മണൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഞാൻ ചകിരിച്ചോറാണ് യൂസ് ചെയ്തത് കൂടുതലും. അപ്പം ഇത് അതുകൊണ്ടാണോ എന്നറിയില്ല, നമ്മൾ അടി വെച്ചിരിക്കുന്ന ബക്കറ്റിൽ വെള്ളമുണ്ട് ഇതിൽ. അത് ഫ്രൂട്ട്സ് ഇട്ടത് കൊണ്ടാണോ അതോ ചകിരിച്ചോറായതുകൊണ്ടാണോ ഒന്നും അറിയില്ല. പക്ഷേ ഇതിനടിയിൽ വെള്ളം നിന്നിട്ടുണ്ട്. അതാണ് ഞാൻ ഈ ബക്കറ്റ് ആദ്യമേ വെച്ച് കൊടുത്തത്. നമ്മൾ ആദ്യത്തെ കമ്പോസ്റ്റിൽ വെള്ളമേ ഇല്ല, ഒരു തുള്ളി വെള്ളം പോലും വീണില്ല. നമുക്കിത് വെള്ളം കുഴപ്പമൊന്നുമില്ല. ഈ വെള്ളം നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത്, അതായത് കുറേ വെള്ളം മിക്സ് ചെയ്ത് നമുക്കിത് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം ഇങ്ങനെ ഒരു ബക്കറ്റ് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം നിങ്ങൾ ആലോചിക്കണം, നമ്മൾ കമ്പോസ്റ്റിൻ്റെ ഈ മീതെ വെക്കൂലേ ബിന്ന്, അപ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കാം. ആ മീതിന്ന് വെള്ളം വീണ് ഓൾറെഡി കമ്പോസ്റ്റ് ആക്കാൻ വെച്ചിരിക്കുന്ന അതിൽ വെള്ളം വീഴും അല്ലേ, അപ്പോൾ അത് വീണ്ടും അഴുകും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ കവറ് എടുക്കാൻ വരുന്ന ആ ചേച്ചിയോട്, ഹരിതകർമ്മ സേന, അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ബയോബിൻ വേണമെന്ന്. അപ്പോൾ അവർ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. 195 രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അത് കിട്ടിയിട്ട് അത് ഇതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ച് ചെയ്യും. എനിക്ക് ഒരുപാട് സ്ഥലമൊന്നുമില്ല, 1.25 സെൻറ്റ് സ്ഥലമാണ്. അതിൽ ആ ഒരു ബാക്കിൽ ആ ഒരു കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പം അതെനിക്ക് മാക്സിമം ഓരോ രീതിയിൽ ഞാൻ നോക്കാം, എങ്ങനെയാണോ ഞാൻ ചെയ്യണമെന്ന് നിങ്ങൾക്കൊന്ന് ഞാൻ പറയാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആ കറിവേപ്പിലയുടെ കാര്യം ആരും മറക്കണ്ട. അതിൻ്റെ സൊല്യൂഷൻ ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.